എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ്. പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റ്. പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റ്. Proximo-distal sequence is a sequence of physical motor development. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ cognitive objectives. Programmed instructional material is used for cognitive objectives ആണ്. അടുത്തത്, which of the following is first step in rehabilitation process? Which of the following is first step in rehabilitation process? ഇവിടെ assessment, after care, coordination കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ വരുന്നത് അസസ്മെൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റീഹാബിലേഷൻ പ്രോസസ്? അസസ്മെൻറ്റ്. ഈ റീഹാബിലേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റീഹാബിലേഷൻ പ്രോസസ്? ആൻസർ ഈസ് അസസ്മെൻറ്റ്. അടുത്ത് നമ്മൾ പറയുന്നത് ചില പ്രധാനപ്പെട്ട തിയറീസും അതിൻ്റെ ഉപജ്ഞാതാക്കളുമാണ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനറിൻ്റെയാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. നമ്മൾ ഈ തിയറികളുടെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിൽ കോഡുകൾ രൂപത്തിൽ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തിയറിയുടെ പേര് കേട്ടാൽ തന്നെ അതിൻ്റെ ഉപജ്ഞാതാക്കളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിൽ നമ്മൾ മലയാളത്തിലാണ് തിയറികളുടെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, ഗാർഡനർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാച്ച്മാൻ അല്ലെങ്കിൽ ഒരു ഗാർഡനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അയാൾ ഒരു ദിവസം അയാൾ പല മുഖങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിലായാലും ഒരു ഓഫീസിന് മുന്നിലൊക്കെ ഇരിക്കുന്ന ഒരു വാച്ച്മാൻ അല്ല ഒരു ഗാർഡ് അയാൾ ധാരാളം വ്യക്തികളെ അന്നത്തെ ദിവസം കാണുന്നുണ്ട്. അത് പല ബുദ്ധിയിൽപ്പെട്ട ആളുകളാണ് എന്നാണ് നമ്മളതിൽ കോഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ് ഗാർഡനർ. അങ്ങനെ നമ്മളൊരു 75ഓളം സിദ്ധാന്തങ്ങളും അതിൻ്റെ ഉപജ്ഞാതാക്കളെയും ഈ രീതിയിൽ കോഡുമായി കണക്ട് ചെയ്ത് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കാരണം കേട്ടറ്റ് എക്സാമിന് ഒരു 3-4 തിയറികളും അതിൻ്റെ ഉപജ്ഞാതാക്കളെയും സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ പോയി കാണുകയാണെങ്കിൽ പെട്ടെന്ന് തിയറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉപജ്ഞാതാവിനെ ഓർമ്മ വരുത്തക്ക രീതിയിലാണ്, അതായത് ആ ചോദ്യവും ഉത്തരവും തമ്മിലുള്ള കണക്ഷനായിട്ടുള്ള കോഡുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേറൊരു കോഡ് വെച്ചിട്ടല്ല ആ ഉത്തരവും ചോദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരു 4 ക്ലാസ്സുകൾ 5 ക്ലാസ് മൊത്തമുണ്ട്. അതിൽ 4 ക്ലാസ്സുകൾ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ്. ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഇടാം. അതിൽ നമ്മുടെ ഈ സൈക്കോളജിയിൽ വരുന്ന ഒരുവിധപ്പെട്ട തിയറികളും അതിൻ്റെ ഉപജ്ഞാതാക്കളെയും കുറിച്ച് പറയുന്നുണ്ട്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെയാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞിരുന്നു, പാവ്ലോവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പാല് എന്നൊരു ഓർമ്മ വരും. അപ്പോൾ പാൽ എവിടെയാണ് ഒഴിച്ചു കുടിക്കുക? ഗ്ലാസ്സിലാണ് പാല് കുടിക്കുക. നമ്മളിവിടെ ക്ലാസ് എന്ന് വെച്ചെടുക്കുക. അപ്പോൾ പാവ്ലോവിൻ്റെയാണ് എന്ത്?
ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഈ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെ തന്നെ പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെയാണ്, ഓർത്ത് വയ്ക്കുക. തിയറി ഓഫ് മീനിങ് റിസപ്ഷൻ, തിയറി ഓഫ് മീനിങ് ലേണിംഗ് അസുബലിൻ്റെയാണ്. തിയറി ഓഫ് മീനിങ് റിസപ്ഷൻ ലേണിംഗ് അസുബൽ. അപ്പോൾ നമ്മൾ 3 തിയറികളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനർ, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, തിയറി ഓഫ് മീനിങ് റിസപ്ഷൻ ലേണിംഗ് അസുബൽ. ഇവിടെ അസുബൽ എന്ന് എഴുതിയിൽ എ കഴിഞ്ഞ യു ആണ്, പെട്ടെന്ന് എഴുതിയപ്പോൾ അങ്ങനെ ആയതാണ്. അസുബലാണ്. തിയറി ഓഫ് മീനിങ് റിസപ്ഷൻ ലേണിംഗ് അസുബലിൻ്റെ തിയറിയാണ്. അടുത്തതും കുറച്ച് തിയറികൾ തന്നെയാണ്. SR തിയറി ഓഫ് ലേണിംഗ് പാവ്ലോ, അത് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ്. SR തിയറി അത് ഈ ക്ലാസിക്കൽ കണ്ടീഷനിൽ തന്നെ പറയുന്ന കാര്യമാണ്. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. സൈക്കോളജിയുടെ മുഴുവൻ ക്ലാസ്സുകളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ കൂടുതൽ വീഡിയോസ് സോഷ്യൽ സയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 10 ക്ലാസ്സുകൾ സൈക്കോളജിയുടെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി കാണുക. അതിൽ ഈ SR തിയറി ഓഫ് ലേണിംഗ് പാവ്ലോവിൻ്റെയാണ്. SR തിയറി ഓഫ് ലേണിംഗ് പാവ്ലോവാണ്. ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് കർട്ട് ലെവിൻ്റെയാണ്, ലെവിൻ്റെ തിയറിയാണ്. ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് കർട്ട് ലെവിൻ. അടുത്ത ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, അതായത് ശ്രമപരാജയ പഠനമാണ്. അത് തൊണ്ടേക്കിൻ്റെയാണ്. അതിൽ തന്നെയാണ് ബോണ്ട് തിയറിയെക്കുറിച്ചും പറയുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തൊണ്ടേക്ക്. ഇങ്ങനെയുള്ള തിയറികളിൽ അവർ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വെച്ചിട്ട് പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ് പറയുന്നത്. അത് തിയറി എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ആ ഭാഗങ്ങളെല്ലാം പഠിച്ചു പോയാൽ മാത്രമേ സൈക്കോളജി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം തിയറി നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ കണ്ട് നമുക്ക് തോന്നുന്ന ഒരു ആൻസർ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിയറി കുറിച്ച് അറിവില്ലെങ്കിൽ ആൻസർ എന്തായാലും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിയറിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തിയറി മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. This type of counseling is known as. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ്. പെർസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. പെർസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിനെ പറയുന്നത് പെർസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. കൗൺസിലർ plays an active role in a client's decision making by offering advice, guidance and recommendation. This type of counseling is known as prescriptive counseling ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Name the animal sides of man's nature according to Jung's theory. Answer, shadow. Name the animal side of man's nature according to Jung's theory. Answer is shadow. അടുത്ത ക്വസ്റ്റ്യൻ, the term emotional intelligence was coined by. The term emotional intelligence was coined by. Answer is ഡാനിയൽ ഗോൾമാൻ്റെയാണ്. ഗോൾമാൻ്റെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. The term emotional intelligence was coined by ഗോൾമാൻ. ഇമ്പോർട്ടൻ്റ് ആണ് ആ തിയറി. നമ്മൾ പറഞ്ഞിരുന്നു തിയറി ക്ലാസ്സിനെ കുറിച്ചിട്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വൈകാരിക ബുദ്ധിയാണ്. അപ്പോൾ ഈ വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ്റെയാണ്. അത് ഓർക്കാനുള്ള കോഡുകളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് വാസ് കോയിൻഡ് ബൈ ഡാനിയൽ ഗോൾമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ domestic violence was brought into force by the Indian government in the year 2006. Protection of women on domestic violence was brought into force by the Indian government in the year 2006 ആണ്.
പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ്, ഈ ഗാർഹികമായ പീഡനങ്ങൾക്കെതിരെ വുമണെ സംരക്ഷിക്കുന്നതിനുള്ള ആ നിയമം വന്നത് 2006 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ഇൻ ദ ഇയർ 2006. Select the name who put forward the concept of അഡ്വാൻസ് ഓർഗനൈസർ. ഇതിൽ കുറേ ഓപ്ഷൻസ് തന്നിരുന്നു, ഞാനിവിടെ ഓപ്ഷനൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ അത് ആരാണ് ആ ആശയം മുന്നോട്ട് വെച്ചതാണ്? ഓസ്വെലാണ്. സെലക്ട് ദ നെയിം ഹു പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസർ, ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ ഓസ്ബലിൻ്റെയാണ്. അസ്ബൽ, ഓസ്ബൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓസ്ബലിൻ്റെയാണ് എന്ത് കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ എന്നത്. ഓർത്ത് വയ്ക്കുക, ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ ഓസ്ബൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ ജീൻ പിയാഷെ. ജീൻ പിയാഷയുടെ പുസ്തകമാണത്. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഇസ് റിട്ടൺ ബൈ ജീൻ പിയാഷെ. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്. ആ ബുക്ക് പിയാഷയുടെയാണ്, ഓർത്ത് വയ്ക്കുക. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ്. അടുത്തത് എക്സ്പാൻഡഡ് ഫോം ഓഫ് ടാറ്റ്. ഈ ടാറ്റിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. അതിൽ ഓപ്ഷനിൽ പല രീതിയിൽ അതിനെ അങ്ങനെ ഓരോ ഫുൾ ഫോമുകൾ കൊടുത്തിരുന്നു. എന്നാൽ കറക്റ്റ് ആൻസർ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. ടാറ്റ് എന്ന് കണ്ടാൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. ഓർത്ത് വയ്ക്കുക, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ് ടാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെലക്ട് ദ നെയിം ഹു പ്രപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. എറിക് എറിക്സൻ്റെയാണ് സൈക്കോ സോഷ്യൽ തിയറി. സെലക്ട് ദ നെയിം ഹു പ്രപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. എറിക് എറിക്സൻ്റെയാണ്. അടുത്തത് ആസ് പെർ ദ NCF recommendation the total time for homework is. NCF recommendation, the total time for homework is 2 hours. 2 hours ആണ്. As per the NCF recommendation, the total time for homework is 2 hours. അടുത്തത് the major common problem during adolescence. The major common problem during adolescence. Identity crisis. Identity crisis ആണ് ഈ അഡോളസൻസിലെ മെയിനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രോബ്ലം. ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. നമ്മളതൊക്കെ ക്ലാസ് എടുത്തിരുന്നു. ഒരു കൗമാരക്കാരന് അയാൾ മുതിർന്നവനാണോ കുട്ടിയാണോ എന്നുള്ള ആ ഒരു ഏത് അവസ്ഥയിലാണ് താനെന്ന് സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിയാത്ത, അതാണ് ഒരു കൗമാരക്കാരൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ്. ഒരു ഒട്ടുമിക്കവരിലും കണ്ടുവരുന്ന ഒരു സാധാരണ കൗമാരക്കാരൻ്റെ ഒരു പ്രശ്നമാണ് എന്ത്? ഐഡൻറ്റിറ്റി ക്രൈസിസ്. അടുത്തത് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് compulsory education act is an act to provide such education to which age group of children? The right of children to free and compulsory education act is an act to provide such education to which age group of children? To all children of the age group 6 to 14 years. To all children of the age group 6 to 14 years. The right of children to free and compulsory education act is an act to provide such education to which
age group of children? To all children of the age group of 6 to 14 years. അടുത്ത ക്വസ്റ്റ്യൻ. Who said adolescence is a period of stress and strain, storm and strife? Who said adolescence is a period of stress and strain, storm and strife? സ്റ്റാൻലി ഹോൾ. സ്റ്റാൻലി ഹോൾ ആണ്. Who said adolescence is a period of stress and strain, storm and strife? സ്റ്റാൻലി ഹാൾ. സ്റ്റാൻലി ഹാൾ. അടുത്തത്. The first stage of creative thinking is. The first stage of creative thinking is preparation. The first stage of creative thinking is പ്രിപ്പറേഷൻ. ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷനാണ്. അടുത്തത്. NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1961. അത് ഓർത്ത് വയ്ക്കുക. പലപ്പോഴും പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1961. NCERT 1961. അടുത്തത്. The ability to think about thinking is known as. The ability to think about thinking is known as metacognitive thinking. The ability to think about thinking is known as metacognitive thinking. The ability to think about thinking is known as metacognitive thinking. ഈ സൈക്കോളജി എക്സാം എഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യം തിയറിയൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം സൈക്കോളജി നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പലപ്പോഴും പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. കാരണം മറ്റ് വിഷയങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല സൈക്കോളജിയിൽ ഭൂരിഭാഗവും ഉണ്ടാവുക. ഇപ്പോൾ തിയറിയുടെ ഉപജ്ഞാതാക്കൾ ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ആൻസറുകളെല്ലാം. കാരണം കാണുമ്പോൾ നമുക്കിതെല്ലാം ആൻസർ ആണോ എന്ന് തോന്നുന്ന പോലെയാണ് പലപ്പോഴും ആൻസറുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തിയറിയെക്കുറിച്ച് ആഴത്തിലൊരു അറിവ് വേണം. അത് കൂടാതെ എപ്പോഴും തിയറി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യുക. നമുക്ക് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ കഴിഞ്ഞു പോയിട്ടുള്ള കേട്ടറ്റിൻ്റെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസർ കീയും ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റിവൈസ് ചെയ്യുന്നത് ആ ഒരു പരീക്ഷാ സമയത്തുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ തിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരുവിധം തിയറിയൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് തീർന്നാൽ തന്നെ നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് വളരെയധികം സൈക്കോളജി എഴുതുമ്പോൾ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും റിവൈസ് ചെയ്തിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി? ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി അത് പ്രപ്പോസ് ചെയ്ത് കാൾ റോജേഴ്സ് ആണ്. ഹു പ്രപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി? കാൾ റോജേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ മേജർ ബെനിഫിറ്റ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്, ഇറ്റ് ക്രിയേറ്റ്സ് ആക്റ്റീവ് സ്റ്റുഡൻഷിപ്പ്, ഇറ്റ് റെഡ്യൂസ് ആങ്സൈറ്റി, ഇറ്റ് ക്രിയേറ്റ്സ് റീഡിംഗ് ഹാബിറ്റ്. അല്ലേ? ആൻസർ ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ് ആണ്. ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ് എന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകളായിട്ട് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക്സിൽ നിന്നും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുകയാണെങ്കിൽ ഈ സോഷ്യൽ സയൻസ് വീഡിയോടൊപ്പം അതും കൂടെ ചെയ്യാം.
സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്സിൽ നിന്നുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ സയൻസ് ആണ്. അതോടൊപ്പം സൈക്കോളജിയുടെയും കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഈ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. കാരണം ഇപ്പോൾ പരീക്ഷ ഇപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ 2020 ഇപ്പോൾ ഈ ഡിസംബറിൽ നടത്താനിരുന്ന എക്സാം കാറ്റഗറി 3 ജനുവരിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈമും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാക്സിമം ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ കൂടുതൽ ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ള വിഷയങ്ങളും നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. നന്നായി കേട്ടതിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. ദിവസങ്ങളുണ്ട്, ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ തൊട്ടൊന്ന് ഇരുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാറ്റഗറി 3 വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് ഏത് സബ്ജക്റ്റാണോ നിങ്ങളുടെ എന്നുവെച്ചാൽ ആ സബ്ജക്റ്റ് നന്നായി പഠിക്കുക. പിന്നെ സൈക്കോളജി 30 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കുള്ള നോളജ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളാണ്. ബാക്കി വിഷയങ്ങൾ നന്നായി പഠിക്കുക. അതായത് ഈ ഏത് വിഷയമാണോ നിങ്ങളുടെ അതുപോലെ തന്നെ സൈക്കോളജി, അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ നന്നായി നോക്കി പോയാൽ കേട്ടിട്ട് കിട്ടാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക്